ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മറ്റെല്ലാത്തിനേക്കാളും ജീവിതത്തിൽ വളരെ ഗൗരവമായി ഉറപ്പുവരുത്തേണ്ടുന്ന ഒന്നാണ് നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ കാര്യം നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് പറ്റും. കാരണം വേദപുസ്തകത്തിൽ ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവർ എന്നൊക്കെ പേര് പറഞ്ഞിട്ടുള്ള ആളുകൾ വേദപുസ്തകത്തിൻ്റെ അകത്ത് ഉണ്ട്. ജീവൻ്റെ പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകം ആക്ഷരികമായ പുസ്തകമാണോ അതോ ആത്മീക അർത്ഥത്തിൽ പറയുന്ന പുസ്തകമാണോ എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നത് ഇത് ഒരു ആക്ഷരിക പുസ്തകം തന്നെയാണ്. അതായത് ദൈവത്തെ മനസ്സിലാക്കാത്തവരും ദൈവത്തിൻ്റെ രീതികളെക്കുറിച്ച് അറിയാത്തവരുമായ ആളുകളാണ് ഇതൊക്കെ വെറും സദൃശ്യമാണെന്നും ഊഹാപോഹമാണെന്നും പറയുന്നത്. ദൈവത്തിൻ്റെ കോടതി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ദൈവിക ന്യായവിധി, ദൈവിക ശിക്ഷ, ദൈവത്തിൻ്റെ വിസ്താരം, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ. ഈ ഭൂമിയിലെ കോടതി ഒരു വ്യക്തിയെ കുറ്റക്കാരനെന്ന് വിധിച്ച് ആ വ്യക്തിക്ക് ശിക്ഷ കൊടുക്കണമെങ്കിലും ഒരാളെ നിരപരാധി എന്ന് കണ്ട് വിട്ടയക്കണമെങ്കിലും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കോടതി അത് ചെയ്യത്തുള്ളൂ. എത്രയോ കുറ്റക്കാർ തെളിവുകളില്ലാത്തതിൻ്റെ പേരിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ദൈവിക കോടതിയെ സംബന്ധിച്ചിടത്തോളം കുറ്റക്കാർ ഒരിക്കലും വിട്ടയക്കപ്പെടില്ല, അത് വേറെ കാര്യം. ദൈവത്തിൻ്റെ കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിധിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ദൈവം തെളിവുകൾ നിരത്തി വെച്ച് തന്നെയാണത് ചെയ്യുന്നത്. അമാലേക്ക് ചെയ്ത അകൃത്യം ക്ഷീണിച്ചും തളർന്നും ഇരുന്ന ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ മോശയോട് പറഞ്ഞു, അമാലേക്ക് ചെയ്തത് നീ ഒരു പുസ്തകത്തിൽ നീ അത് കുറിച്ചു വെക്കുക, എന്നിട്ട് യോശുവയെ ഏൽപ്പിക്കുക. എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ട് ദൈവം അത് ഓർത്തു, പിന്നീട് ദൈവം പ്രവർത്തിച്ചു എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ജീവൻ്റെ പുസ്തകം എന്ന് പറയുന്ന ഈ പുസ്തകത്തെക്കുറിച്ച് ഏറ്റവും അധികം പരാമർശിക്കപ്പെടുന്ന വേദപുസ്തകത്തിലെ പുസ്തകങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു അന്ത്യകാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ നന്നായി മനസ്സിലാക്കുക എന്താണ് ജീവൻ്റെ പുസ്തകം എന്നുള്ളത്. ഏകദേശം 6ഓളം പ്രാവശ്യമാണ് വെളിപ്പാട് പുസ്തകത്തിൽ ജീവൻ്റെ പുസ്തകത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ജീവൻ്റെ പുസ്തകത്തിൽ പേരില്ലാത്ത ഭൂസീമാവാസികൾ മഹദിയാം ബാബിലോണിനെ കണ്ട് ആശ്ചര്യപ്പെടും. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരില്ലാത്തവർ മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കും. ജീവപുസ്തകത്തിൽ പേരില്ലാത്തവനെ തീപ്പൊയ്കയിൽ തള്ളിക്കളയും. ജീവപുസ്തകത്തിൽ പേരില്ലാത്തവർക്കാർക്കും പുതിയ യെരൂശലേമിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ ഗൗരവമായി എന്താണ് ജീവൻ്റെ പുസ്തകമെന്നും ആരുടെ പേരാണ് ഈ പുസ്തകത്തിൽ എഴുതുന്നതെന്നും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, മരണാനന്തരമല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ പുസ്തകത്തിൽ പേരുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് കഴിയണം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് വളരെ ഗൗരവമായി ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവവചനം അതേ മനസ്സിലാക്കുവാനും അതിൻ്റെ ആഴങ്ങൾ അറിയുവാനുമായിട്ട് ഈ വീഡിയോയിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ സ്നേഹിതരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആത്മീകമായി മുന്നേറാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഏവരും ഭൂസീമാവാസികൾ അതിനെ നമസ്കരിക്കും എന്നുള്ള നിലയിലാണ്. ഈ ജീവപുസ്തകം അല്ലെങ്കിൽ ഈ പുസ്തകങ്ങൾ ഒത്തിരി പുസ്തകങ്ങൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു മരണാനന്തരം വരുന്ന ന്യായവിധിയിൽ ഒരു പുസ്തകം മാത്രമല്ല, പുസ്തകങ്ങൾ തുറന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം, പുസ്തകങ്ങൾ തുറന്നു. ജീവൻ്റെ പുസ്തകം എന്ന് പറയുന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മനുഷ്യരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ന്യായം വിധിച്ചു. നോക്കിക്കേ, ഒരു പുസ്തകമല്ല, ഒന്നിലധികം പുസ്തകങ്ങളുണ്ട്. ഇതാണ് ഞാൻ നമ്മുടെ വീഡിയോയുടെ ആരംഭത്തിൽ പറഞ്ഞത്. ഒരു കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയെ വിസ്തരിക്കുന്നത് പോലെയാണ് ദൈവിക കോടതിയുടെ വിസ്താരം ആസന്ന ഭാവിയിൽ നടക്കാൻ പോകുന്നത്. ഞാൻ എന്തിനാണെന്നറിയാമോ ഇത്രയും ആത്മാർത്ഥമായി ഈ ഒരു കാര്യം പറയുന്നത്? നമ്മുടെ ക്രിസ്തീയ ജീവിതം എത്രയും ഭയഭക്തിയോടെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ
നിസ്സാര എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടി വരും. ഒരു ഗ്ലാസ് വെള്ളം, ഒരു പാനപാത്രം വെള്ളം കുടിപ്പാൻ കൊടുത്താൽ അതിനൊക്കെ പ്രതിഫലം കിട്ടുമെന്നൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകത്ത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല ക്രിസ്തീയ ജീവിതമെന്നുള്ളത്. അതിനപ്പുറത്താണ് ഈ ന്യായവിധി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാകാനായിട്ട് പോകുന്നത്. അപ്പം അത് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കുറച്ചുകൂടെ നമുക്ക് ഭയപ്പെടാനും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാനുമായിട്ട് ഇടയായിത്തീരട്ടെ. ജീവപുസ്തകം എന്ന് പറയുന്ന ഈ ഒരു ആശയം അല്ലെങ്കിൽ ഈ ഒരു കാര്യം വെളിപ്പാട് പുസ്തകത്തിൽ മാത്രമല്ല നമ്മൾ കാണുന്നത്. വേദപുസ്തകത്തിൻ്റെ ആരംഭ അധ്യായങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ മോശ പോലും ഈ പുസ്തകത്തെക്കുറിച്ച് പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ക്കണമേ, പാപം ചെയ്തവൻ്റെ പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ക്കും, ദാവീദ് അതിനെക്കുറിച്ച് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ജീവപുസ്തകം എന്ന് പറയുന്ന ഈ ഒരു പേര് വേദപുസ്തകത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതൊരു ശരിക്കും ദൈവത്തിൻ്റെ ബുക്ക് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഒരു റെക്കോർഡാണ്. ആ റെക്കോർഡിൽ പേരുള്ളവർക്ക് മാത്രമേ നിത്യരാജ്യത്തിലേക്ക് പ്രവേശനമുള്ളൂ. അപ്പം നമുക്ക് കുറച്ചുകൂടെ കൃത്യമായ ഒരാശയം ഇതിൻ്റെ അകത്ത് കിട്ടണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വാക്യത്തിലേക്ക് വരണം. അതായത് വെളിപ്പാട് പുസ്തകം 13:8 വാക്യം, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകം. അങ്ങനെയാണ്. എത്ര മനോഹരമായ ഒരു എക്സ്പ്ലനേഷനാണ്. വെളിപ്പാട് പുസ്തകത്തിൽ യേശുക്രിസ്തു എന്ന് പറയുന്ന പദത്തിനപ്പുറത്ത് കുഞ്ഞാടെന്ന് പറയുന്ന പദമാണ്. ഏകദേശം 25ഓളം പ്രാവശ്യങ്ങളിലാണ് കുഞ്ഞാടെന്ന് പറയുന്ന ഒരു പദം യേശുക്രിസ്തുവിനെ കുറിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ ഡയറക്റ്റ്ലി യേശുക്രിസ്തു എന്ന് പറയാതെ കുഞ്ഞാടെന്നാണ് പറയുന്നത്. അതായത് 3-4 അധ്യായങ്ങളിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ എന്നാണ് കാണുന്നത്. അപ്പം യേശുക്രിസ്തു എന്ന് പറയുന്ന ആ ഒരു പദത്തിനപ്പുറം കുഞ്ഞാടിൻ്റെ കല്യാണം വന്നല്ലോ എന്നൊക്കെ കുഞ്ഞാട് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്തുകൊണ്ടാണ് കുഞ്ഞാട് എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നത്? അതായത് യേശുക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ ആ ഒരു ബലിമരണം, ആ ഒരു ബലിമരണത്തിൻ്റെ ഇമ്പാക്റ്റ്, സ്വാധീനം നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ അവിടുന്ന് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു എന്നുള്ള ആ ഒരു സംഭവത്തെ അന്ന് നടന്ന വെറും ഒരു സംഭവം മാത്രമായി നമ്മൾ കാണാതെ ഇത് വേദപുസ്തകത്തിൻ്റെ അകത്ത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നീണ്ടു നിൽക്കുന്ന ആ ഒരു കാലഘട്ടങ്ങളിലെല്ലാം ഈ യേശുവിൻ്റെ ക്രൂശിൻ്റെ മരണത്തിൻ്റെ പ്രാധാന്യത നമ്മൾ കാണുകയാണ്. അതായത് എനിക്ക് വാക്കുകൾ കൊണ്ടത് പറഞ്ഞറിയിക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ കൃത്യമായി നിങ്ങളിലേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്കറിയില്ല. ചിലർ വിചാരിക്കുന്നത് 2000 കൊല്ലം മുമ്പ് യേശു കാൽവറിയിൽ മരിച്ചു, അപ്പം അതിനെ നമ്മൾ മരണത്തെയും അടക്കത്തെയും പുനരുദ്ധാനത്തെയും ഒക്കെ നമ്മൾ ഓർക്കുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിൻ്റെ ആഘോഷങ്ങൾ ഇല്ലേ, വ്യത്യസ്തമായ നിലയിലാണ് ഉയർപ്പിനെയൊക്കെ ആഘോഷിച്ചത്. ഓക്കെ, നന്നായി അതിനെയൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറേ കുടിക്കാനും കുറച്ച് ആഘോഷിക്കാനും കറങ്ങാനും ഒക്കെയുള്ള സമയങ്ങളായി മാത്രം ഇതിനെ കാണുകയാണ്. എന്നാൽ അതിനെല്ലാം അപ്പുറത്ത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഈ ഒരു ക്രിസ്തുവിൻ്റെ മരണവും ഉയർപ്പിൻ്റെയും വില ഓരോ നിമിഷവും ആ വ്യക്തി തിരിച്ചറിയേണ്ടതാണ്. അതൊരു പ്രത്യേക ദിവസങ്ങൾ മാത്രമായി ആഘോഷിക്കാനുള്ളതല്ല, എപ്പോഴും ഓർക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് എപ്പോഴും ഓർക്കേണ്ടതാണെന്ന് പറയുന്നത്? ലോക സ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകം എന്നുള്ളത്. അപ്പം ഈ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടെന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ അർത്ഥം? അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടോ? നമുക്കറിയാം, ഈ ചരിത്രങ്ങളെ പഠന സൗകര്യാർത്ഥം വേദപണ്ഡിതന്മാർ കുറേ തിരിവ് നടത്തിയിട്ടുണ്ട്. നിഷ്കന്മഷ യുഗം, മനസാക്ഷി യുഗം, അതുപോലെ ന്യായപ്രമാണ യുഗം, കൃപായുഗം, മഹോപദ്രവകാലം, അങ്ങനെ കാലങ്ങളെ അല്ലെങ്കിൽ പൂർവകാല നിത്യത മുതൽ വരുന്ന കാലം നിത്യത വരെയുടെ ഇടയിലുള്ള ആ ഒരു കാലഘട്ടം. ഈ കാലഘട്ടങ്ങളിലെല്ലാം യേശുക്രിസ്തുവിൻ്റെ മരണമാണ് രക്ഷയുടെ ആധാരമെന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുമോ? വിശ്വസിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അത് പറഞ്ഞെങ്കിൽ മാത്രമേ
കുഞ്ഞാടിൻ്റെ ജീവപുസ്തകം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമുക്ക് വളരെ വേഗത്തിൽ വരാനായിട്ട് പറ്റത്തുള്ളൂ. ഏദൻ തോട്ടത്തിൽ ആദമും ഹവ്വയും ആ ഫലം പറിച്ചു കഴിച്ച് അവർ ദൈവിക കൂട്ടായ്മയിൽ നിന്ന് പുറത്തായി നഗ്നരെന്ന് മനസ്സിലാക്കിയതിന് ശേഷം തങ്ങളെ തന്നെ മറയ്ക്കാൻ തങ്ങളെ കൊണ്ടാകുന്നത് പോലെ അത്തിയുടെ ഇല കൊണ്ട് അവർ തുന്നി ഒരു വസ്ത്രമുണ്ടാക്കി. പക്ഷേ ആ വസ്ത്രത്തിന് അധികം നാൾ ആയുസ്സൊന്നും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ അവൻ്റെ നഗ്നത മറയ്ക്കുവാനും അവനെ സംരക്ഷിക്കുവാനുമായി അവൻ സ്വയമായി ചെയ്യുന്ന പ്രവർത്തികളൊന്നും അധികം നാൾ നിലനിൽക്കത്തില്ല. പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്? മനുഷ്യനെ തോൽ കൊണ്ട് ദൈവം ഉടുപ്പിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. തോല് കൊണ്ട് ദൈവം അവനെ ഉടുപ്പിച്ചു. അവിടെ ഒരു തോൽ ഉണ്ടാകണമെങ്കിൽ ഉറപ്പായും ഒരു മൃഗം അറക്കപ്പെട്ടിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്. ആ മൃഗമാരാണ്? മനുഷ്യൻ്റെ നഗ്നത മറയ്ക്കാനായി ആ അറുക്കപ്പെട്ട ആ ഒരു ആടാകട്ടെ എന്താകണമെന്ന് അവിടെ എഴുതിയിട്ടില്ല. അത് യേശു ക്രിസ്തുവിന് നിഴലാണ്. അബ്രഹാമിൻ്റെ മകനായ ഏകജാതനായ ഇസഹാക്കിന് പകരമായി അർപ്പിക്കപ്പെട്ട, ഹോമയാഗമായി അർപ്പിക്കപ്പെട്ട ഒരാട്ടുകൊറ്റൻ ഇല്ലേ? ഇസഹാക്കിന് പകരമായി അർപ്പിക്കപ്പെട്ട ഒരാട്ടുകൊറ്റൻ യേശു ക്രിസ്തുവിന് നിഴലാണ്. കാരണം ഇസഹാക്ക് മരിക്കേണ്ട സ്ഥാനത്താണ് ഒരാട്ടുകൊറ്റൻ മരണപ്പെട്ടത്. പിന്നീട് ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത യാഗങ്ങൾ, 5 തരത്തിലുള്ള യാഗങ്ങൾ നമുക്കറിവുള്ളതാണ്. സൗരഭ്യവാസനയുള്ളതും സൗരഭ്യവാസനയില്ലാത്തതുമായ യാഗങ്ങൾ. ആദ്യത്തെ 3 യാഗങ്ങൾ ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം. സൗരഭ്യവാസനയില്ലാത്ത പാപയാഗം, അകൃത്യയാഗം. ഈ യാഗങ്ങളിലൂടെ രക്തചിന്തലുകൾ ഉണ്ടാകുമ്പോൾ പാപം ക്ഷമിക്കപ്പെട്ടു എന്നുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണല്ലോ. പക്ഷെ ഈ യാഗങ്ങളിലൂടെ എല്ലാം വിരൽ ചൂണ്ടിയിരുന്നത് യേശു ക്രിസ്തുവിൻ്റെ ബലിമരണത്തിലാണ്. അതായത് ആട്ടുകൊറ്റന്മാരുടെയും കാളുകളുടെയും രക്തത്തിന് പാപത്തെ നീക്കാൻ കഴിയത്തില്ല എന്ന് എബ്രായ ലേഖനത്തിൻ്റെ അകത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ പാപത്തെക്കുറിച്ചൊരു ബോധം മാത്രമേ അവർക്കുണ്ടാകുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ആ യാഗാർപ്പണങ്ങളെല്ലാം, ആ ആടും കാളയും എല്ലാം അർപ്പിക്കപ്പെടുമ്പോൾ അതെല്ലാം വിരൽ ചൂണ്ടിയിരുന്നത് അതേ കാൽവറി ക്രൂസിൽ അറുക്കപ്പെടാനായിട്ട് പോകുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലേക്കായിരുന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂസിലെ മരണത്തിനനന്തരമായി ഇപ്പോൾ ആടുകളെയും കാളകളെയും ഒന്നും നമ്മൾ അറക്കാത്തത്. യേശു കർത്താവിൻ്റെ ക്രൂശുമരണം നടന്നില്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാം ഒരു കാളയ്ക്ക് എത്ര രൂപ വിലയാകുമായിരുന്നു? ഒരാടിന് എത്ര രൂപ വിലയാകുമായിരുന്നു? ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? 1 കിലോ മട്ടന് ഞങ്ങളുടെ ഇവിടെയൊക്കെ 1000 രൂപയോളം അടുപ്പിച്ചായി. അപ്പം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഒരാടിനെ, അതും ചുമ്മാതൊന്നും ചാകാൻ കിടക്കുന്നതിനെ ഒന്നും എടുത്തുകൊണ്ട് വരാനും പറ്റത്തില്ല. ഊനമില്ലാത്തതിനെ, വിത്തൗട്ട് എനി ഡിഫക്റ്റ് എന്നാണ്, ഊനമില്ലാത്തതിനെ അതിനെ പരിശോധിച്ച് കുറ്റമൊന്നുമില്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയതിന് ശേഷമൊക്കെ വേണം അത് ചെയ്യാൻ. ഒരു കാള, ഒരു കാള എത്ര രൂപ ചിലവാകുമായിരുന്നു? പക്ഷെ ഇന്ന് അതെല്ലാം കഴിഞ്ഞു. കാരണം ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു സകലത് നിവർത്തിച്ചു. ഇനി യാഗാർപ്പണത്തിൻ്റെ ആവശ്യമില്ല, യാഗങ്ങളുടെ ആവശ്യമില്ല. യാഗത്തിന് അവിടുന്ന് അവസാനം വരുത്തി. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ആ ഒരു മഹോപദ്രവ കാലത്തിലേക്ക് വരുമ്പോൾ, എതിർ ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ പ്രതിമ നമസ്കരിക്കുന്നു, മുദ്രയേൽക്കാത്തവർ, അവരെക്കുറിച്ച് പറയുന്നത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം അവിടെ ആവശ്യമാണ്. അതായത് ആ കാലഘട്ടത്തിലും രക്ഷ ക്രിസ്തുവേശുവിലൂടെയാണ്. കുത്തിയവങ്കിലേക്ക് അവർ നോക്കുമെന്ന് പറഞ്ഞാൽ അവസാനം ഗതിയില്ലാതെ അവർ യേശുവേ എന്ന് യഹൂദന്മാർ പോലും വിളിക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് നമ്മൾ കാണുമ്പോൾ, എല്ലാ കാലത്തും അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ ആ യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ പുനരുത്ഥാനം, അത് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് അതെപ്പോഴും പതിയാനായിട്ടിടയായിത്തീരട്ടെ. ഈ ക്രൂശിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് പറയാനായിട്ടുണ്ട്. യേശു ക്രൂശിൽ തറയ്ക്കപ്പെട്ടു അല്ലെങ്കിൽ മരണപ്പെട്ടു, ക്രൂശിതനായ ക്രിസ്തു എന്നൊക്കെ നമ്മൾ കാണുമ്പോൾ അത് കണ്ട് ഓടി മാറുകയല്ല. മരിച്ചല്ലോ, യേശു എനിക്ക് വേണ്ടി മരിച്ചല്ലോ എന്ന് കരുതി സന്തോഷത്തോടെ സ്തോത്രം ചെയ്ത് അവിടുന്ന് പോവുകയുമല്ല.
ക്രൂശ് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്ന് അതല്ലല്ലോ വിഷയം. ഇന്ന് അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത്രയെങ്കിലും മനസ്സിലാക്കാതെ പറയാനായിട്ട് പറ്റില്ല. അപ്പം കുഞ്ഞാട് എന്ന് പറയുന്ന ഒരു കാര്യം വേദപുസ്തകത്തിൻ്റെ അകത്ത്, വെളിപ്പാട് പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നതിൻ്റെ കാരണം, സഹോദരൻ ദരിദ്രനായി ക്ഷയിച്ചാൽ അടുത്ത സഹോദരന് മാത്രമേ അവനെ വീണ്ടെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് ലേവ്യ പുസ്തകത്തിൻ്റെ പ്രമാണമാണ്. അതായത് നഷ്ടപ്പെട്ടു പോയ മാനവജാതിയെ രക്ഷിക്കാൻ മറ്റാർക്കും കഴിയാതെ ഇരുന്നപ്പോൾ നമ്മളിൽ ഒരാളായി, രക്തവും മാംസവുമുള്ള ഒരാളായി യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കാൽവറി മരണത്തിലൂടെ നമുക്ക് നിത്യരക്ഷ നൽകി തന്നതുകൊണ്ട്, നമുക്ക് തുല്യനായി തീർന്നതുകൊണ്ടാണ് യേശുവിനെ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പറയുന്നത്. നമുക്ക് പകരക്കാരനായി തീർന്നതുകൊണ്ടാണ് യോഹന്നാൻ യേശുവിനെ നോക്കി വിളിച്ചു പറഞ്ഞത്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇതാ എവിടെയാണ്? തൊട്ടടുത്ത് നിൽക്കുകയാണ്. പ്രിയരെ, ഇതാണ് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്. അടുത്തത് കുഞ്ഞാടിൻ്റെ ജീവപുസ്തകം. എന്തുകൊണ്ടാണ് ഈ കുഞ്ഞാടിൻ്റെ ജീവപുസ്തകം എന്ന് പറയുന്നത്? ജീവപുസ്തകത്തിൽ എഴുതപ്പെടണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാത്ത, അവിടുത്തെ പാപപരിഹാര ബലിയിൽ വിശ്വസിക്കാത്ത, അവിടുന്ന് പറഞ്ഞ കൽപ്പനകളെ അനുസരിക്കാത്ത ഒരു വ്യക്തിക്കും ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടില്ല, ആ വ്യക്തിയുടെ പേര് ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ബുക്ക് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ആ പുസ്തകത്തിൻ്റെ എക്സ്പ്ലനേഷനാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ കുഞ്ഞാടിൻ്റെ പുസ്തകത്തിൽ പേരില്ലാത്ത ഭൂസീമാവാസികൾ അതിശയിക്കും. 17-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, മഹദിയാം ബാബിലോണിനെ കണ്ട് ജീവപുസ്തകത്തിൽ പേരില്ലാത്തവർ അതിശയിക്കും. അടുത്തത്, മരണത്തിന് ശേഷമാണോ ഈ പുസ്തകത്തിൽ പേരെഴുതുന്നത്? ഒരിക്കലുമല്ല. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ക്ലെമന്ത് എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലെമന്ത്. എത്ര അപ്പോസ്തലനായ പൗലോസ് പോലും എനിക്ക് തോന്നുന്നു ഈ ഒരാളെക്കുറിച്ച് മാത്രമേ ജീവപുസ്തകത്തിൽ പേരുള്ള ഒരാളെന്ന് പറഞ്ഞിട്ടുള്ളൂ. മറ്റാരെക്കുറിച്ചും പറഞ്ഞതായി എൻ്റെ ഓർമ്മയിലില്ല, അല്ലെങ്കിൽ എൻ്റെ വായനയിലില്ല. ഞാൻ ആ ഭാഗം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സുവിശേഷ ഘോഷണത്തിൽ പൗലോസിനോടൊപ്പം ജീവൻ ബലി കഴിച്ച് പോരാടിയ ഒരാളാണ് ക്ലെമന്ത്. അത്ര ഉറപ്പ് ആ വ്യക്തിയെക്കുറിച്ച് ഉള്ളത് കൊണ്ടാണ് ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലെമന്ത് എന്ന് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം, ക്ലെമന്തിൻ്റെ പേര് അവിടെ എഴുതിയത് കൊണ്ട് നമുക്കെന്താണ് ഗുണം? പ്രിയരെ, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഉറപ്പാക്കുക നമ്മുടെ പേര് ആ പുസ്തകത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം നമുക്ക് ഉറപ്പാക്കാൻ പറ്റുന്നത് കൊണ്ടാണല്ലോ അവിടെ പറഞ്ഞത്. ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് കൊണ്ട് സന്തോഷിപ്പീൻ. പ്രിയരെ, ക്രിസ്തുവിനെ പിൻപറ്റുന്ന ഓരോ വ്യക്തിക്കും ലഭ്യമായ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് നമ്മുടെ പേര് സ്വർഗത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. എന്നോട് പാപം ചെയ്തവൻ്റെ പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുമെന്നൊക്കെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ, പാപത്തെ ഭയന്നുകൊണ്ട് ഗൗരവമായ ദൈവത്തിന് സ്തോത്രം ആ ഒരു ജീവിതം നയിച്ചു മുൻപോട്ട് പോകുവാൻ നമുക്കേവർക്കും ഇടയായി തീരട്ടെ. നമ്മൾ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വളരെ ശ്രദ്ധേയമായൊരു ഭാഗമാണത്. പുസ്തകങ്ങൾ തുറന്നു. വെള്ളസിംഹാസന ന്യായവിധിയാണ് ഏറ്റവും ഒടുവിലത്തെ വെള്ളസിംഹാസന ന്യായവിധി. ഈ വെള്ളസിംഹാസന ന്യായവിധിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, മരിച്ചവർ ആബാലവൃന്ദം സിംഹാസനത്തിന് മുമ്പിലേക്ക് വന്നു, പുസ്തകങ്ങൾ തുറന്നു, ജീവപുസ്തകം എന്ന് പറയുന്ന മറ്റൊരു പുസ്തകവും തുറന്നു, പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് തക്കവണ്ണം ന്യായം വിധിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവൃത്തികളെ നമ്മളൊന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്. പ്രവൃത്തികൾക്ക് അടിസ്ഥാനത്തിലല്ല രക്ഷ, പക്ഷേ രക്ഷിക്കപ്പെട്ടവരുടെ പ്രവൃത്തികൾ സ്വർഗത്തിലെ ദൈവം പരിശോധിക്കും. മനുഷ്യർ പറയുന്ന നിസ്സാര വാക്കിന് കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിലാണെന്ന് തോന്നുന്നു രേഖപ്പെടുത്തിയത്, യഹോവയെ സ്മരിക്കുന്നവർക്കുള്ള സ്മരണയുടെ പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകം നമ്മൾ കാണുന്നു. ഇവിടെ നമ്മൾ
പ്രവർത്തികളെ വിധിക്കുന്ന, പ്രവർത്തികൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകങ്ങൾ സിംഗുലർ അല്ല, പ്ലൂറലാണ്. ഒന്നിലധികം പുസ്തകങ്ങൾ, ഒരു പുസ്തകമൊന്നുമല്ല. അപ്പോൾ അതാണ് ഞാൻ നമ്മുടെ വീഡിയോയുടെ ആരംഭത്തിൽ പറഞ്ഞത്. ദൈവത്തിന് കുറിച്ചു വെക്കുന്നൊരു ശീലമുണ്ട്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിസ്തരിക്കുന്നൊരു ശീലമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അതൊരു കോടതി ശൈലിയാണ്, കോടതി ഭാഷയാണ്. 20-ാം അധ്യായത്തിൻ്റെ ഒടുവിലേക്ക് വരികുമ്പോൾ പറയുന്നത്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിക്കളയും. ജീവപുസ്തകത്തിൽ പേരില്ലാത്ത ആർക്കും പുതിയ യെരൂശലേമിലേക്ക് പ്രവേശനമില്ല എന്നൊക്കെ പറയുമ്പം, പ്രിയരെ, നമ്മുടെയൊക്കെ പേര് ഈ പുസ്തകത്തിൽ എഴുതാൻ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം. അതൊന്നുകൂടെ ഒന്ന് ഉറപ്പ് വരുത്തുക. കർത്താവേ, എൻ്റെ പേര് ആ പുസ്തകത്തിലുണ്ടോ? ആ ക്ലെമന്തിൻ്റെയൊക്കെ പേര് അതിൻ്റെ അകത്തുണ്ടെന്ന് പൗലോസ് ഉറപ്പോടെ പറഞ്ഞതുപോലെ നമ്മൾ സുവിശേഷ ഘോഷണം നമ്മൾ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നത് കൊണ്ടുണ്ടാകുമെന്നല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. നമ്മളെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ നിർവഹിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇത് നിസ്സാരമായൊരു കാര്യമല്ല, വളരെ ഗൗരവമായൊരു കാര്യമാണ്. അന്ത്യനാളുകളിലേക്ക് വന്നെത്തിയിരിക്കുമ്പോൾ പുസ്തകത്തിൽ പേരില്ലാത്തവർ ആണ് പ്രതിമയെ നമസ്കരിക്കുന്നത്, നിത്യന്യായവിധിയിലേക്ക് പോകുന്നത്. പുസ്തകത്തിൽ പേരുള്ളവർ, അവർ കർത്താവിനോടുകൂടെ വസിപ്പാനായിട്ടുള്ളവരാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.